ഞാൻ മലയാവുന്നിടത്ത് കലങ്ങതാ. ഡോക്ടറെ ഇനി എവിടെ പോയി അന്വേഷിക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എത്ര നാളായി തിരച്ചില്. അപ്പോ ഗിരിയേട്ടൻ പറഞ്ഞു വരുന്നത് സിദ്ധുവിനെ തെരഞ്ഞു മടുത്തു, ഇനി ഒരിടത്തും അന്വേഷിക്കണ്ട, എല്ലാം മറക്കണമെന്നാണോ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? പിന്നെ ഞാൻ എന്താ കരുതണ്ടേ? ഗിരിയേട്ടൻ അറിയില്ല ഞാൻ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളം ഉണ്ടെന്ന്. ഓരോ ദിവസവും വീർപ്പ് മുട്ടിയാ ഞാനിവിടെ കഴിയുന്ന. എല്ലാവരുടെ മുന്നിലും ചിരിച്ചു കളിച്ച് നടക്കുമ്പോ എന്റെ ഉള്ളിൽ നീറി പോകുകയോ. ആർക്കും പറഞ്ഞ മനസ്സിലാവില്ല. എന്റെ അവസ്ഥ മനസ്സിലാവണമെങ്കിൽ എന്റെ സ്ഥാനത്തോടെ നിന്നൊന്ന് ചിന്തിക്കണം. ഒന്ന് പതുക്കെ പറ, പിള്ളേര് കേട്ട ആകെ പ്രശ്നമാവും. ദൈവം ഇത് കാട് കയറി ചിന്തിക്കാതിരിക്കെ. എന്റെ ഉള്ളിൽ എന്താണെന്ന് പാറുവിന് മനസ്സിലാവുന്നുണ്ടാവില്ല. പാറു ഒരു കാര്യം ഓർക്കണം. പാറുവിന്റെ സങ്കടമൊക്കെ പാറു മാത്രമല്ല കൊണ്ടു കിടക്കുന്നത്, ഈ ഞാനും കൂടെ. എല്ലാ ഭാരം ചുവന്ന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലെ ഞാൻ. എന്നെ സഹായിക്കാൻ ഗിരിയേട്ടന് കഴിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് പോയി അന്വേഷിച്ചോളാം സിദ്ധുവിനെ. പാറു ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോകുന്നു പറയാൻ നിൽക്കരുത്. പാറുവിന് എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഡോക്ടറെ കണ്ടുപിടിക്കാൻ അന്വേഷിക്കാന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞാലും പാറുവിന് മനസ്സിലാവുന്നില്ലേ? ഞാൻ എന്താ കള്ളം പറയാമെന്ന് വിചാരിച്ചോ? പാറു, പാറു, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാ. ഒന്നും മനസ്സിൽ വെച്ചോണ്ടല്ല. പാറു അങ്ങനെ പറഞ്ഞപ്പോ എന്റെ പിടി വിട്ടുപോയി. പാറു, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഞാൻ പാറുവിനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നത്, അല്ലേ? എന്നോട് പണങ്ങല്ലേ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് പോവാം, ഡോക്ടറെ കണ്ടുപിടിക്കുകയും ചെയ്യാം. പാറു ഇങ്ങനെ പിണങ്ങി നിന്ന ഞാനിങ്ങനെ സമാനത്തിൽ കടയിലോട്ട് പോകും. എന്നോട് പിണക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞൂടെ? ക്ഷമിച്ചു എന്ന് പറഞ്ഞൂടെ? ഞാൻ മാപ്പ് പറയാം, പക്ഷെ പിണക്കമൊക്കെ മാറ്റണം. പാറു പാറു പാറു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ.